ഹലോ ഗൈസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് അടുത്ത യാത്രയെന്ന് വെച്ചാൽ കുഞ്ഞിയുടെ ആനുവൽ ഡേ ആണ് കേട്ടോ. കുഞ്ഞി വൈദു നമ്മുടെ ഹന്നക്കുട്ടി എല്ലാവരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. 3 മണിക്കാണ് നമ്മുടെ ആനുവൽ ഡേ. നമ്മൾ 2 മണിക്ക് അവിടെ എത്തണം. ഇപ്പം തന്നെ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പെണ്ണിനും വൈദുവിനും ഹന്നക്കുട്ടിക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അത് അന്നേരം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓട്ടോ ഇരുന്ന് അവളുമാരെന്നെ കാണിച്ചു തന്നു. അങ്ങനെ സ്കൂളിലെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ആരതി ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് കുഞ്ഞിൻ്റെയൊക്കെ സ്കൂളിലെ ടീച്ചറാണ്. കഴിഞ്ഞ വർഷം കുഞ്ഞിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിൻ്റെ ഡാൻസ് ടീച്ചറുമാണ് കേട്ടോ, കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ടീമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഹെൽപ്പിങ്ങിനായിട്ട് ടീച്ചറുടെ ഫ്രണ്ട് വിജിത ടീച്ചറും അതുപോലെ തന്നെ എന്നെയും ചെറുതായിട്ടൊന്ന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന കഴിവൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ മുടി കെട്ടിക്കൊടുക്കാനും ഡ്രസ്സ് ഇടിപ്പിക്കാനും ചെറിയ ചെറിയ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ രാജശ്രീ ടീച്ചർ സ്വാഗതം തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാഴ്ചയുടെ വൈകല്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എന്നാൽ വിധിയുടെ ആ വെല്ലുവിളിയെ തൻ്റെ നമ്മുടെ ആനിവേഴ്സറിയുടെ എല്ലാ വർഷത്തെയും തലയെടുപ്പോട് കൂടിയിട്ട് എന്താ പറയുക നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാജശ്രീ ടീച്ചറിൻ്റെ സ്വാഗതത്തോടു കൂടിയുള്ള ഒരു തുടക്കം തന്നെയാണ്. അതിനുശേഷം സാറ് റിപ്പോർട്ട് വായിച്ചു. അതിനുശേഷം ഉദ്ഘാടനം, അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ഈശ്വര പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ചടങ്ങ് അതിഗംഭീരമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനുശേഷം മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ സുധ ടീച്ചറാണ്. നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള സുധ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ആൾക്കാരിൽ ആദ്യത്തെ പ്രഥമ അധ്യാപികയും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമാണ് നമ്മുടെ സുധ ടീച്ചർ കേട്ടോ. ടീച്ചറുടെ വാക്കുകൾ നമ്മൾ എന്താ പറയുക അതുപോലെ നമ്മൾ കേൾക്കേണ്ടതാണ്, കുട്ടികൾ അറിയേണ്ടതാണ്. അങ്ങനെ എല്ലാ കുറവുകളെയും തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നിട്ടുള്ള ഒരു വലിയ വിശിഷ്ട വ്യക്തിയാണ് കേട്ടോ നമ്മുടെ സുധ ടീച്ചർ. അതിനുശേഷം സുധ ടീച്ചറുടെ കൈകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റി. നമ്മുടെ വൈദൂട്ടിയൊക്കെ അതേ നമ്മുടെ രാധ ടീച്ചർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മെഡലും ഒക്കെ ഏറ്റു വാങ്ങുന്നുണ്ട്. എന്താ കുട്ടികൾക്കെല്ലാം ഒരുപാട് പ്രൈസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു അക്കാഡമിക് ഇയറിൽ കിട്ടിയിട്ടുള്ള എല്ലാ പ്രൈസുകളും, സ്പോർട്സ് ആയാലും അതുപോലെ തന്നെ ആർട്ട് ഫെസ്റ്റിവൽ ആയാലും എല്ലാത്തിൻ്റെയും പ്രൈസ്, അതുപോലെ പ്രൊഫഷൻസി സ്റ്റുഡൻസിനുള്ള മെഡലുകൾ ഒക്കെ കുഞ്ഞിക്ക് നമ്മുടെ ലൈബ്രറിയിൽ കിട്ടിയിട്ടുള്ള ട്രോഫികൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ടീച്ചർ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രൈസസും നമ്മുടെ ഈ ഒരു ആനുവൽ ഡേക്കാണ് കുട്ടികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എല്ലാം നല്ല അതിഗംഭീരമായിട്ട് നമ്മുടെ മീറ്റിംഗ്, സമ്മാനദാനം പരിപാടികളൊക്കെ നടന്നു. അതിനുശേഷമാണ് നമ്മുടെ കലാ വിരുന്ന് നടക്കുന്നത്. നമ്മുടെ പൊന്നമ്മ ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാ വർഷവും ഈ സ്കൂളിൽ നമ്മുടെ ആനിവേഴ്സറിക്കായിട്ട് പോകാനായിട്ട്. നമ്മുടെ വൈദ്യക്കുട്ടിക്ക് നമ്മുടെ ആർട്ട് ഫെസ്റ്റിവലിന് കിട്ടിയിട്ടുള്ള ഒരു പ്രൈസാണ് കേട്ടോ അത്. അതുപോലെ തന്നെ അഗ്നീജ കുഞ്ഞിയുടെ ഒരു ഫേവറേറ്റ് എന്താ ടീച്ചറല്ല ചേച്ചിയാണ് കേട്ടോ സ്കൂളിൽ. അതുപോലെ കുഞ്ഞിയുടെ ക്ലാസ്മേറ്റാണ് ആദിദേവ്. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. എല്ലാ കുട്ടികളും ഓടി ഓടി പോയി ഇങ്ങനെ സമ്മാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ പേരൻസ് എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇത് നമ്മുടെ ഹന്നക്കുട്ടിയാണ് കേട്ടോ. അവൾ ഡാൻസിൻ്റെ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് കയറിയതാണ്. കുഞ്ഞിയുടെ മുടിയൊക്കെ കെട്ടിയതുള്ളൂ. അതിനുശേഷം ഇതേ കുട്ടികളെ ഞങ്ങൾ വീണ്ടും ഒരുക്കാൻ പോയി. കുഞ്ഞിയൊക്കെ ഇതേ ഓൾമോസ്റ്റ് കുഞ്ഞി ആദി ഇവരെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേ എല്ലാ കുട്ടികളും ഇങ്ങനെ റെഡിയായി നമ്മുടെ എന്താ പറയുക സ്റ്റേജിലേക്ക് കയറാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആരതി ടീച്ചറിൻ്റെ ആ ഒരു എന്താ പറയുക എനർജി മുഴുവനും പിള്ളേർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം അവിടെ വാരിക്കോരി ചൊരിഞ്ഞിരുന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഫുൾ ഓഫ് എനർജറ്റിക് ആയിരുന്നു. ടീച്ചർ കൊടുത്ത ആ ഒരു ധൈര്യവും ടീച്ചർ കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഡാൻസ് അത്രയും ഹെൽത്തി ആയിട്ട് അവർക്കത് കളിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു ഈശ്വരാനുഗ്രഹം. എന്താ പറയുക നമ്മൾ പേരൻസ് എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയും നമ്മൾ മുന്നോട്ടത് കൊടുക്കുകയും ചെയ്യും. എന്തായാലും ആരതി ടീച്ചറിൻ്റെ ഈ ഒരു എന്താ പറയുക ഒരു നൃത്ത മഞ്ജരി എന്ന് പറയുന്നത് നമ്മുടെ ആനിവേഴ്സറിയെ ഭയങ്കര കളർഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിഗംഭീരമായിട്ട് കുഞ്ഞുങ്ങളെല്ലാം അത് ഏറ്റെടുത്ത് നല്ല ചിരിയോടുകൂടി തന്നെ അവരത് പ്രസൻറ്റ് ചെയ്തു. അവരുടെ പ്രസൻറ്റേഷന് വലിയൊരു സല്യൂട്ട് നമ്മൾ എല്ലാവരും കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ ആനിവേഴ്സറി അതിഗംഭീരമാക്കുന്നത് ഈ ഒരു നൃത്ത മഞ്ജരിയാണ്. അത് എല്ലാ വർഷവും ഭയങ്കര വെറൈറ്റി ആയിട്ടും ഡ്രസ്സിങ് ആവട്ടെ, മേക്കപ്പ് ആവട്ടെ, പാട്ടുകളുടെ സെലക്ഷൻ ആവട്ടെ എല്ലാം ടീച്ചർ അതിഗംഭീരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞി ആദ്യമൊക്കെ ഉള്ളൊരു ഡാൻസാണ് കേട്ടോ.
കുഞ്ഞി വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ, സോറി ലെഫ്റ്റ് സൈഡിൽ അങ്ങേയറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ. ലെഫ്റ്റാണോ റൈറ്റാണോ എന്ന് എനിക്ക് പറയുമ്പോൾ മാറിപ്പോവും, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഡാൻസും സിനിമാറ്റിക്, ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് എല്ലാ പേരൻസും ആസ്വദിച്ചു. ആ ഒരു ഓഡിറ്റോറിയത്തിൽ നിറയെ ആളുകളായിരുന്നു. പേരൻസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പേരൻസ്, അവരുടെ കസിൻസ്, അതുപോലെ തന്നെ ആൻറ്റി, അങ്കിൾ എല്ലാവരും തന്നെ നമ്മുടെ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിയുന്നവരെ അവിടെ ഉണ്ടാവും. ഓരോ പരിപാടികളും അതിഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. അവർക്ക് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ തുടങ്ങി അവിടുത്തെ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട്. ഇത് നമ്മുടെ പാറുക്കുട്ടിയാണ് കേട്ടോ. എല്ലാവരും ഞാൻ എടുത്തു പറയാൻ കാര്യം നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവർക്കൊരു വിഷമമാകത്തില്ല. ഇത് നമ്മുടെ 7ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയൊക്കെ കുട്ടികളായി കളിക്കുന്നതാണ്. അഗ്നിച്ച, എന്താ പറയുക, തന്മയ, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. കുഞ്ഞ് എല്ലാവരുടെയും കാര്യങ്ങളും ഇവിടെ വന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അഞ്ജിത, അങ്ങനെ കുറേ പേരുണ്ട്. ശ്രീലക്ഷ്മി, ഓർത്ത് കളിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ഒരു പവർ ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആദിയുടെ ഒരു സിംഗിൾ ഡാൻസ് ആണ്. എല്ലാം നല്ല പാട്ടുകളാണ് കേട്ടോ. ഇതൊരു മുരുകൻ്റെ സോങ്സ് ആണ്. നമുക്ക് അടിപൊളി നൃത്ത മഞ്ജരിയായിരുന്നു കേട്ടോ. നമ്മുടെ ആദിദേവിൻ്റെയും അതുപോലെ തന്നെ ഹരേഷ്ണൻ ചേട്ടൻ്റെ മോൻ്റെയും ഗൗതത്തിൻ്റെയൊക്കെ അടിപൊളി ഗംഭീര പെർഫോമൻസിന് ശേഷം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു നാടൻ പാട്ടായിരുന്നു കേട്ടോ. അതും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. മുണ്ടൊക്കെ പടിയുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെൻഷനായിരുന്നു. പിള്ളേരുടെ കളിയൊക്കെ കണ്ട് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. മേക്ക് ഓവർ അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസ് കേട്ടോ. അപ്പോൾ ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകളാണ്. ആ പാട്ടുകൾ കേൾക്കാനും ഭയങ്കരമായിട്ട് നമ്മൾ ഒന്നുകൂടെ എന്താ പറയുക റിവേഴ്സ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ പാട്ടുകളൊക്കെ. ആ പിള്ളേരുടെ ഓരോ മൂമെൻറ്റ്സും അതുപോലെ എല്ലാം നല്ല സ്റ്റെപ്പുകളും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക കൊറിയോഗ്രാഫിക്കാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിലും. ഈ കറ്റയൊക്കെ പിടിച്ചിട്ട് കൊയ്ത്തുകാരികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മുടെ അച്ഛനാണ് കേട്ടോ നമുക്ക് ഈ കറ്റ ഒപ്പിച്ച് തന്ന്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഒപ്പന ഉണ്ടായിരുന്നു. ഒപ്പനയും ഒക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. കാരണം എനിക്ക് കുറേ പരിപാടിയൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം ഈ മേക്കപ്പിനും ഒക്കെ പോകുമ്പം ഇത് കുഞ്ഞിപ്പെണ്ണിൻ്റെ നമ്മുടെ ആദിദേവിൻ്റെ ഒരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. അതും അടിപൊളിയായിരുന്നു. അതും ഒരു പഴയ പാട്ടായിരുന്നു. കണ്ണോട് കണ്ണോരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്, അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഒരു കൊറിയോഗ്രാഫിങ് എന്ന് പറയുന്നത് ഒരു പഴയ റേഡിയോയും ഒക്കെ കൊടുത്തിട്ട് എന്താ പറയുക, ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്ന ആ ഒരു ഡാൻസ്. പക്ഷേ എല്ലാം കൊള്ളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ ആദിക്കുട്ടനും കുഞ്ഞിപ്പെണ്ണും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പിള്ളേരെല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ആയിരുന്നു. എന്തിനാ ഞാനിങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നതോറും ഭയങ്കര സന്തോഷം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഡാൻസിൽ ഞാൻ ഈ
ആരോ കാണിക്കുന്നില്ല. അതാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. കാരണം എല്ലാ പിള്ളേരും ഏകദേശം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല. പിന്നെ അധികം സൂം ചെയ്ത് കാണിക്കാനും പറ്റില്ല. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലേസറിങ് ലൈറ്റും ഒക്കെ വരുമ്പോൾ കുട്ടികളെ തിരിച്ചറിയാനൊക്കെ പാടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം അവളെടുത്ത് കാണുമ്പോഴായാലും അവൾ എന്താ പറയുക, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇത് ഞാൻ ഏതാണെന്ന് എങ്ങനെ അറിയാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ആരോ കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നീ ഏതാണെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്കധികം വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമ്മൾ കാണിച്ചെന്നുള്ളൂ. അതിന് ശേഷം നമ്മുടെ 7ാം ക്ലാസ്സിലെ ചേച്ചിമാർ എന്താ പറയുക, പിള്ളേരെ പഠിപ്പിച്ചെടുത്തിട്ടുള്ള ഡാൻസാണ്. എന്ത് ചെയ്യാനാ ഗൈസ്, നമുക്ക് പാട്ട് കൊടുക്കാൻ പറ്റില്ല. കോപ്പി റൈറ്റ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് പാട്ട് അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. പാട്ട് ആഡ് ചെയ്യാമെങ്കിൽ എന്ത് രസമായിരുന്നു. ഇത് നമ്മുടെ മന്നം മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ എന്താ പറയുക, ഒരു എന്ത് പറയുക, അതൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കിച്ചൺ മ്യൂസിക് എന്ന് പറയുന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക, അതുപോലെ തന്നെ ചിരിക്കുകയും ചെയ്യുന്ന എന്താ പറയുക ഒരു പെർഫോമൻസ് ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചൺ മ്യൂസിക്കിൽ നമുക്കറിയാലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അടിപൊളിയായിരുന്നു. അവന്മാരുടെ വീഡിയോ ഗ്രാഫിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ കിടന്നിട്ടൊക്കെയുള്ള. ഇത് നമ്മുടെ 7ാം ക്ലാസ്സിലെ ചേച്ചിമാർ മാത്രം ഉള്ളൊരു ഫ്യൂഷൻ ഡാൻസാണ്. അത് അവർ ഗംഭീരമായിട്ട് അവരുടെ ആ ഒരു ഭാഗം അവർ അടിപൊളിയായിട്ട് ചെയ്തു. കുറേ ചെയിൻ സോങ്സ് വെച്ചിട്ട് ഓരോ സോങ്സും അടിപൊളിയായിട്ട് പിള്ളേർ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പാട്ടും ഒന്നിനൊന്നിനും ബെറ്ററായിരുന്നു. എല്ലാം പുതിയ പുതിയ പാട്ടുകളും എല്ലാം നല്ല എന്താ പറയുക റീൽസായിട്ടും ഒക്കെ നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ് കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞൊരു 10-10:30 കൂടി നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് കിട്ടിയിട്ടുള്ള പ്രൈസുകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ വൈദ്യക്കുട്ടിയുടെ പ്രൈസ് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഞാനിത് അന്ന് നൈറ്റ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അതിന് ശേഷം എനിക്ക് ടൈം കിട്ടിയില്ല നമ്മുടെ വൈദ്യുവിൻ്റെ പ്രൈസ് കൂടി ഇതിൽ ഉൾപ്പെടുത്താനായിട്ട്. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയിൽ നമ്മൾ വൈദ്യുകുട്ടിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കുഞ്ഞിയുടെ ആർട്ട് ഫെസ്റ്റിവലിനും ആനിവേഴ്സറി സ്പോർട്സിനും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ള പ്രൈസുകളാണ് കേട്ടോ. ഏകദേശം ഒരു 15 പ്രൈസിന് മേലെ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുട്ടികളുടെ വിജയ ചൈത്ര യാത്ര മന്നം മെമ്മോറിയൽ പബ്ലിക് സ്കൂളിനോടൊപ്പം അടിപൊളിയായിട്ട് പോട്ടെ. എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും സ്കൂളിനും അധ്യാപകർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.